നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 17, 2025 വെള്ളി. അങ്ങനെ ഇന്ന് സെൻസെക്സിനും നിഫ്റ്റിക്കും ഫ്രഷ് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കും ഫിൻ നിഫ്റ്റിക്കും ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈകളും ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മാർക്കറ്റിന് തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുകയുണ്ടായി. പ്രധാനമായും 5 ഘടകങ്ങൾ കൊണ്ടാണ് ഇന്നും നേട്ടത്തോടു കൂടിയും മാത്രമല്ല പുതിയ റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിനെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ചെറിയ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് 25,508 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. അതേസമയം ഇന്ന് മാർക്കറ്റിലുണ്ടായ ശക്തമായ റാലിയെ തുടർന്ന് 25,781 എന്ന ലെവലിൽ നിന്നും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി ഇന്ന് 124 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,709 എന്ന നിലയിലും, അതേസമയം സെൻസെക്സിന് 484 പോയിന്റുകളുടെ നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 290 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 157 പോയിന്റുകളുടെ നേട്ടവും ക്ലോസിംഗ് ബേസിസിൽ കൈവരിക്കുവാൻ സാധിച്ചു. ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രകടനം ശക്തമായിരുന്നെങ്കിലും NSEയിലാകെ 1056 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1751 കമ്പനികൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഏഷ്യൻ പെയിന്റ്സ്, ഭാരതി എയർടെൽ, മാക്സ് ഹെൽത്ത് കെയർ, ITC, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ വിപ്രോ, ഇൻഫോസിസ്, ഇറ്റേണൽ, HCL ടെക്നോളജീസ്, ടെക് മഹേന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി നിഫ്റ്റിയിൽ. അതേസമയം ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾ വീക്കാവുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.4% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ മീഡിയ, IT, മെറ്റൽ, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ ഓട്ടോ, ബാങ്ക്, ഹെൽത്ത് കെയർ, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടവും കൈവരിക്കുവാനായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഈ ആഴ്ചയിലെ ആദ്യ 2 ട്രേഡിംഗ് സെക്ഷനിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും ബുധൻ, വ്യാഴം ട്രേഡിംഗ് സെക്ഷനുകളിൽ അതിശക്തമായ നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനോട് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 15 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.97 എന്ന നിലയിൽ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മാർക്കറ്റ് സമയത്ത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് നമ്മൾ പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമന്റ് ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ പ്രധാനമായ 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി ഈ ആഴ്ച 2ാമത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് ബൈയിങ് തുടർന്നതാണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്നും നേട്ടത്തോടുകൂടി തുടരുവാൻ സഹായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മാത്രമല്ല, തുടർച്ചയായി 3 മാസങ്ങൾക്ക് ശേഷം ഈ മാസം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്നലെ വരെയും ആകെ 895.74 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് മാത്രമേ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയുള്ളൂ. മാത്രമല്ല, അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ശക്തമായി ബൈയിങ് നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് ഏറ്റവും കുറഞ്ഞ തോതിലായിട്ട് നിലനിൽക്കുന്നു. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ വരെയും ഈ മാസം കൊണ്ട് 26,517 കോടി രൂപയ്ക്കും ബൈ നടത്തുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വില ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷവും ഇന്നത്തെ വ്യാപാര സമയത്തും അതിശക്തമായി തന്നെ ഇടിയുകയുണ്ടായി. ഇന്നലെയും 1% ഇടിഞ്ഞു, ഇന്നും 1% ഇടിഞ്ഞു. അതിനെ തുടർന്ന് നിലവിൽ ബ്രന്റ് ക്രൂഡിന്റെ വില $60.33 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $56.72 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെട്ട ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്ന് ഹെവി വെയ്റ്റ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ ബൈയിങ് ആണ് നേട്ടത്തിലേക്ക് നയിക്കാനുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക് ഇന്ന് ഹെവി ബൈയിങ് ദൃശ്യമായിരുന്നു. തൽഫലമായി ഇന്ന് റിലയൻസിനൊക്കെ 1%-ലേറെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതുകൂടാതെ
കൂടാതെ ഇന്ന് ഏഷ്യൻ പെയിന്റ്സിലും അതിശക്തമായ ബൈങ് അനുഭവപ്പെടുകയുണ്ടായി. അവസാനമായും അഞ്ചാമതായിട്ടും ദീപാവലിയോടനുബന്ധിച്ചുള്ള ഫെസ്റ്റീവ് ചിയർ തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണമായിട്ട് മാറുകയുണ്ടായത്. കാരണം തിങ്കളാഴ്ചയോടുകൂടി മാർക്കറ്റ് അവധിയിലേക്ക് പോവുകയാണ് ദിവാലിയോടനുബന്ധിച്ച് 2 ദിവസത്തേക്ക്. സോ അതിനു മുൻപേ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഹീറ്റപ്പ് ആവുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുക. തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെക്ഷനിലായിട്ട് ഇന്ന് പതിവിന് വിപരീതമായിട്ട് ഇന്ത്യ വിക്സിൽ ഒരു സിംഗിൾ ഡേ കൊണ്ട് 7% ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. 6.9% ഉയർച്ചയോടുകൂടി 11.62 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിലേക്ക് വരുമ്പോൾ US പല ബാങ്കുകളും ബാഡ് ഡെപ്റ്റ്സ് മൂലം പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 387 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. UK മാർക്കറ്റ് 1.5%, ജർമ്മൻ മാർക്കറ്റ് 2%-ലേറെ നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുക. അതേസമയം ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. കൊമോഡിറ്റിയിൽ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1%-ലേറെ ഇടിവ് നേരിടുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ച തന്നെയാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് IPO ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണ് NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. തുടർന്ന് 6% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിന് കൈവരിക്കുവാനുമായി ഹിന്ദുസ്ഥാൻ സിങ്ക് ക്വാർട്ടർ 2 ഏർണിംഗ്സിൽ നെറ്റ് പ്രോഫിറ്റിൽ 14% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2649 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. LIC നവംബർ 6, 2025 കമ്പനിയുടെ ക്വാർട്ടർ 2 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സൺടെക് റിയാലിറ്റി ക്വാർട്ടർ 2 ഏർണിംഗ്സിൽ പ്രോഫിറ്റിൽ 41% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 48.96 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സെൻ ടെക്നോളജീസ് അപ്ലൈഡ് റിസർച്ച് ഇന്റർനാഷണലിലുള്ള 76% വരുന്ന സ്റ്റേക്ക് കമ്പനി ഫെബ്രുവരി 2025 അക്വയർ ചെയ്തിരുന്നു. ബാക്കി നിലനിന്നിരുന്ന 24% അക്വിസിഷനും കമ്പനി പൂർത്തിയാക്കി എന്നുള്ള വാർത്തകൾ. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ക്വാർട്ടർ 2 ഏർണിംഗ്സിൽ ബാങ്കിന്റെ സ്റ്റാൻഡലോൺ നെറ്റ് പ്രോഫിറ്റിൽ 22.92% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ 8.89%-ന്റെയും പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ 16.29%-ന്റെ ഉയർച്ചയും രേഖപ്പെടുത്തി. സ്പൈസ് ജെറ്റ് മുംബൈയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നുമായിട്ട് ഇറാഖിലെ നജാഫിലേക്ക് പിൽഗ്രീംസിന് വേണ്ടിയിട്ടുള്ള പുതിയ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒക്ടോബർ 18, 19 തീയതികളിലായിട്ട് തുടക്കം കുറിക്കുന്നു എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.